യങ്സ്റ്റേഴ്സ് മാത്രമല്ല ചേട്ടാ, എല്ലാവരുടെ മൈൻഡ്. ചേട്ടാ, എന്താടി? നമ്മുടെ മോന് ചേരുന്ന ഒരു പെണ്ണിനെ കിട്ടി. അതെയോ? വേഗം വാ. ഇതാണ് എന്റെ മകള്, മോളെ പൂജ. ഒന്ന് എഴുന്നേറ്റ് നിന്നേ. എങ്ങനെയുണ്ട്? നല്ല ഭംഗിയുണ്ടെന്ന്. നന്നായിട്ട് തന്നെ നോക്കിക്കൊള്ളണം. തിരിഞ്ഞു നില്ല്. കണ്ടല്ലോ, എല്ലാ സൈഡും നല്ലവണ്ണം നോക്കിക്കൊള്ളണം. ഇനി അങ്ങോട്ട് തിരിഞ്ഞേ. കണ്ടല്ലോ, 10 ലെഫ്റ്റ്. മതി, മോളിരുന്നോ. മോനെ, നല്ലവണ്ണം നോക്കിയല്ലോ, മുമ്പും പിമ്പും വലതും ഇടതും എല്ലാം. സർ, ഇതൊക്കെ എന്തിനാണ്? കണ്ടായിരുന്നു അനിയ, കണ്ടു അന്നത്തെ സംഭവം. അതിന്റെ തലവൻ നീ ആയിരുന്നുവല്ലോ. ഒരുപാട് ആപ്പുകളിലും പലതരത്തിലുള്ള വീഡിയോസും കണ്ടു കാണുമല്ലോ. അതൊക്കെ കണ്ടിട്ട് നാളെയുണ്ടല്ലോ എന്റെ മകൾക്ക് അത് ശരിയല്ല ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് എന്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വിടരുതല്ലോ. അതുകൊണ്ടാ കേട്ടെ. കണ്ടിട്ട് തൃപ്തിയായില്ലേ? നിങ്ങളുടെ മകന് തൃപ്തിയായതുപോലെ എന്റെ മോൾക്കും തൃപ്തിയാവണം. അതിനു വേണ്ടി നിങ്ങളുടെ മകനെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവാ. വേണമെങ്കിൽ നിങ്ങളുടെ മകളെ പോലെ എന്റെ മോനെ എഴിച്ചു നിന്ന് മുന്നേയും പിന്നെയും കാണിക്കാൻ പറയട്ടെ. ആണുങ്ങൾ പ്രത്യേകിച്ച് എഴുന്നേറ്റ് നിന്നാ പാന്റിന്റെ സൈസും ഷർട്ടിന്റെ സൈസും എല്ലാം അറിയൂ. ഞാൻ അതല്ല പറഞ്ഞേ, ഞാൻ പറഞ്ഞു വന്നതേ വേറെയാ. അമ്മേ, അങ്ങേര് എന്ത് ടെസ്റ്റ് വേണമെങ്കിലും വെച്ചോട്ടെ. അതിനു മുമ്പ് ഞാൻ ബാത്റൂം ഒന്ന് പോയിട്ട് വന്നോട്ടെ. സാറേ, എന്റെ മോന് നിങ്ങൾ എന്ത് ടെസ്റ്റ് വേണമെങ്കിൽ വെച്ചോളൂ. അതിനു മുമ്പ് അവന് ബാത്റൂമിൽ പോണത്രേ. നിങ്ങളുടെ വീട്ടിൽ ബാത്റൂം എവിടെയാ ഉള്ളത്? ഇത്രയേ ഉള്ളൂ മോനെ. നേരെ പോയിട്ട് ഇടത് തിരിഞ്ഞു, അവിടെയാണ് ബാത്റൂം ഉള്ളത്. സൂക്ഷിച്ചു പോണം. തറയിലെ മൊസൈക്കായിട്ടിരിക്കുന്ന വഴിക്ക് വീഴാതെ നോക്കണേ. മോ ടെസ്റ്റിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യാൻ പോയെന്നാ തോന്നുന്നേ. നമസ്കാരം. നമസ്കാരം. ഇതാ പയ്യന്റെ ജാതകം. ഈ ജാതകം എല്ലാം വെച്ചൊരു പയ്യന്റെ ഭാവി തീരുമാനിക്കാനേ പറ്റില്ല. പക്ഷെ ഹസ്തരേഖ ഇവരെങ്ങനെ ജീവിച്ചു, എങ്ങനെ ജീവിക്കാൻ പോകുന്നു എന്നുള്ളത് കറക്റ്റാ പറയും. ഇത് പറയുന്നത് എന്താന്ന് വെച്ചാ, എന്റെ പഴയ തലമുറയെല്ലാം നല്ല ഒന്നാം ദിനം കൈനോട്ടക്കാരാ. ആ വഴി വന്നവനാ ഞാൻ. അതാ പറയുന്നേ. മോനെ, എവിടാ നിന്റെ കൈ ഒന്ന് കാണിച്ച്. ശരി അങ്കിൾ. മോനെ, വലത് കൈ രേഖയല്ല, ഇടത് കൈ രേഖ. ഇടത്ത്. അയ്യോ അങ്കിൾ, നിങ്ങൾ ആരോ പറഞ്ഞു പറ്റിച്ചതാണ് അങ്കിൾ. ആണുങ്ങൾക്ക് എപ്പോഴും റൈറ്റ് ഹാൻഡ് ആണ്, പെണ്ണുങ്ങൾക്കാണ് ലെഫ്റ്റ് ഹാൻഡ് നോക്കണ്ടേ. മോനെ, വലത് കൈ രേഖ നിന്റെ പഠിപ്പ്, പണം, നിന്റെ ആയുസ് തീരുമാനിക്കും. പക്ഷെ ഇടത് കൈ രേഖ നീ എങ്ങനെയുള്ളതാന്ന് കറക്റ്റ് ആയിട്ട് പറയും. ഡോണ്ട് അഫ്രൈഡ്, പ്ലീസ് ഷോട്ട് ടു മീ, ഷോട്ട് ടു മീ. എന്താ കൈ ഭയങ്കരമായിട്ട് വിറയ്ക്കുന്നല്ലോ. എന്താ കൈരേഖ ശാസ്ത്രജ്ഞ, എങ്ങനെയുണ്ട് എന്റെ സിംഹക്കുട്ടിയുടെ കൈരേഖ? അതില് രാജീവൻ കാണുന്നില്ലേ? എവിടാണോ രേഖ? ഇവൻ ചെയ്ത് ചെയ്ത് രേഖയെല്ലാം മാഞ്ഞു പോയി. എന്നെ പോലെ അങ്കിൾ പ്ലീസ് അങ്കിൾ, എന്നോ മാത്രം പറയല്ലേ. ഞാൻ വല്ലാണ്ട് വിഷമിക്കും. നല്ല കുട്ടിയായിട്ടിരുന്നോളാം പ്ലീസ്. ഡോണ്ട് അഫ്രൈഡ്. ഒരുത്തിന് കയ്യിൽ രേഖ ഉണ്ടെന്ന് വെച്ചാൽ അവന് കൈ അടിക്കുന്ന ശീലം മാത്രമല്ല, മറ്റ് പെണ്ണുങ്ങളുമായിട്ട് അടുപ്പമുണ്ടെന്ന് അർത്ഥം. ഒരുത്തിന് കയ്യിൽ രേഖ ഇല്ലെങ്കിൽ കൈ അടിക്കുന്ന ശീലം മാത്രമേ ഉള്ളൂ. അവന് കൈ പിടിക്കാൻ ഒരു പെണ്ണ് വേണമെന്ന അർത്ഥം. മോനെ, എനിക്ക് ഓക്കെ. നീ എന്റെ മോളുടെ മുന്നിൽ നിന്റെ കൈരേഖ കാണിക്കും. അവൾക്ക് ഓക്കെ ആണെങ്കിൽ എനിക്ക് ഓക്കെ. മംഗല്യം തന്തു നാനേന നവജീവന. എന്താ നോക്കുന്നേ? ചെല്ല് ചെല്ല് ചെല്ല്, ഒരു രേഖയെ കാണിക്ക്. അയ്യോ കുടുങ്ങി കുടുങ്ങി കുടുങ്ങി. അയ്യോ സിമ്പിള് കുടുങ്ങിയല്ലോ മോനെ. മോനെ, ഇങ്ങനെ പതുക്കെ വിളിച്ചു കഴിഞ്ഞാ എങ്ങനെയാ കേക്കുന്നേ? മോനെ. അയ്യോ, നമ്മൾ ടെസ്റ്റ് എന്ന് പറഞ്ഞപ്പോ വലിയ സീരിയസ് ആയിട്ട് പ്രാക്ടീസ് കൊണ്ടിരിക്കണ. അയ്യോ മോനെ. മോനെ, എന്താ വേദനയോടെ സൗണ്ട് വരുന്നേ? മോനെ, ഞാനിപ്പോ അകത്തേക്ക് വരാൻ പോവാ. മോനെ, ഞാൻ അകത്ത് വന്നു. കുഴപ്പമില്ലല്ലോ. എന്താ മോനെ പ്രശ്നം? എവിടെ എവിടെ നോക്കട്ടെ. എനിക്കും ഇതുപോലെ 2 പ്രാവശ്യം പെട്ടുപോയി. 2 തവണ കുടുങ്ങിയപ്പോ എങ്ങനെയാ എടുത്ത്? വെരി സിമ്പിൾ. ഒരു നിമിഷം. പത്മ, അവരെന്തിനാ വിളിക്കുന്നേ? അവളെ കൊണ്ട് അത് ഊരാൻ പറ്റൂ. നീ എന്തൊക്കെയാ പറയുന്നേ? അവള് ഡോക്ടറാ മോനെ. എനിക്ക് 2 പ്രാവശ്യം പെട്ടുവെന്ന് പറഞ്ഞില്ലേ? അപ്പൊ അവളാണ് എടുത്തു വിട്ടേ. പത്മ, വെരി അർജന്റ്. കുഴപ്പമില്ല കുഴപ്പമില്ല. എന്താന്നേ? ഹലോ, എവിടെ? ബ്രഷ് വെച്ച് ട്രൈ ചെയ്ത് നോക്കാം.
ഭയങ്കരമായിട്ട് കുത്തുന്നു. അല്ല അതെന്താ ബാത്റൂമോ അതോ ബെഡ്റൂമോ ഇങ്ങനെയൊക്കെ സൗണ്ട് ഒക്കെ വരുന്നത് എന്ത്? ലാസ്റ്റ് എന്തായാലും വിരൽ വെച്ച് ട്രൈ ചെയ്യാം. എന്ത് വരളോ? ഇനി ഇത് തടുത്തില്ലെങ്കിൽ ഞാൻ മനുഷ്യനല്ലാണ്ടായി പോവും. എടീ ആ, മോതിരം എടുക്കാനായിരുന്നല്ലേ? ആ, ഉം, സോറി കേട്ടോ, അറിയാണ്ട് ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. who are you? ഞാൻ വാസു, നിങ്ങളെ പെണ്ണ് കാണാനായിട്ട് വന്നതാ. സോറി, ഞാൻ തെറ്റിദ്ധരിച്ചു. ഫസ്റ്റ് മീറ്റിംഗ് തന്നെ ബാത്റൂമിലായി പോയി. നിങ്ങളുടെ അച്ഛന് എൻ്റെ താഴെ കൈയിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഞാനൊന്ന് കാണാനായിട്ട് വന്നു. സിബിന് പോലും മോനെ ഇഷ്ടമാ, പിന്നെ ഞങ്ങൾക്ക് പിടിക്കാതിരിക്കൂ. മോൻ ഒരു ടെസ്റ്റിന്റെ ആവശ്യമില്ല, എല്ലാ സൈസും കറക്റ്റ് ആണ്. ആദ്യം മുറിവില് മരുന്ന് വെക്ക്, അത് പുറത്തു വരുമ്പോ എന്റെ മോളെ ഞാൻ കെട്ടിച്ചു തരാം. എനിക്ക് സമ്മതമാ, നിങ്ങൾക്കോ? ഞങ്ങൾക്കും വളരെ സന്തോഷം. പിടിക്കടി.